വെൽക്കം ടു സൈലം SSC-RRB. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ SSC GD 2024 എക്സാം എഴുതിയ ആസ്പിറൻസിന് വലിയൊരു ന്യൂസുമായിട്ടാണ്, ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ GDയുടെ ഫിസിക്കൽ ഇങ്ങനെ ബാക്കോട്ട് കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു 2024 എക്സാമിൻ്റെത്. പക്ഷേ ഇത് അവസാനം SSC GD ഫിസിക്കൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു ഡിലേ, ഇനിയുള്ള പ്രോസസ്സിൽ വരാതിരിക്കുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് പെട്ടെന്ന് നോക്കാം. That is, in order to minimize the period of the recruitment cycle and to expedite the recruitment process, Ministry of Home Affairs MHA എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? MHA Government of India has decided to conduct physical standard test, physical efficiency test and document verification or detailed medical examination, review medical examination of the aforesaid examination simultaneously in one go. അതായത് ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ഒരു ലിസ്റ്റ് വരുന്നുണ്ടാവില്ല. ഇനി എന്തായിരിക്കും ഉണ്ടാവുക? ഫിസിക്കൽ ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും തന്നെ എന്തായിരിക്കും മെഡിക്കൽ എക്സാമിനേഷനും റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷനും ഒക്കെ അപ്പിയർ ചെയ്യാൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഒക്കെ അപ്പിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. സെപ്പറേറ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് വരുന്നുണ്ടാവില്ല. അത് നമുക്കൊരു നല്ല ന്യൂസ് ആണ് അല്ലേ? കാരണം ഫിസിക്കൽ കഴിഞ്ഞ് ചിലപ്പോൾ കുറേ പേര് ഔട്ടായി പോവാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം എലിജിബിൾ ആവുന്ന എല്ലാവർക്കും തന്നെ നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അപ്പിയർ ചെയ്യാവുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ടൈം കുറയ്ക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ GDയുടെ ഫിസിക്കൽ ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൾ ദ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആണ് അല്ലേ? ഓൾ ദ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഹു ക്വാളിഫൈ PET ഓർ PST എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും പോവാവുന്നതാണ്. കാരണം അവിടെ സെപ്പറേറ്റ് ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ഒരു ലിസ്റ്റ് വരുന്നുണ്ടാവില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ? നല്ലൊരു അവസരമാണ് നമുക്ക് എല്ലാവർക്കും. കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആണിത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യമാണ് നമ്മുടെ SSC GD ശൗര്യ ബാച്ചിന്റെ കാര്യം. നമ്മുടെ SSC GD ശൗര്യ ബാച്ച് എന്ന് പറയുന്നത് GD 2025 എക്സാമിന് വേണ്ടി സൈലം SSC-RRB മലയാളത്തിൽ കണ്ടക്ട് ചെയ്യുന്ന ബാച്ചാണ്. നമുക്കറിയാം SSC GD എന്ന് പറയുന്നത് മലയാളത്തിൽ എക്സാം എഴുതി അടിച്ചെടുക്കാൻ പറ്റുന്ന എക്സാം ആണ് അല്ലേ? 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ ആസ്പിറൻസിനും എഴുതാൻ പറ്റുന്ന എക്സാം ആണ് SSC GD എന്ന് പറയുന്നത്. കാരണം നമ്മളൊന്ന് ഇരുന്ന് പഠിച്ചാൽ, മനസ്സിരുത്തി ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് SSC GD. അപ്പോൾ നമുക്ക് ഇനിയും സമയമുണ്ട് നമ്മുടെ സ്വപ്ന ദൂരത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ എല്ലാവരും മലയാളത്തിൽ എക്സാം എഴുതുന്ന എല്ലാവരും തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയുടെ കൃത്യമായിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാലും നമുക്ക് എക്സാം കിട്ടും അല്ലേ? പക്ഷേ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ പഠിക്കുമ്പോൾ എവിടെ വെച്ച് പഠിക്കണം, ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇത് എവിടെ വെച്ച് നിർത്തണം എന്ന് നമുക്കറിയില്ല. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ പ്രധാന പ്രശ്നമാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ നമ്മൾ ആ സബ്ജക്റ്റിൽ PhD എടുക്കുകയല്ല വേണ്ടത്. കൃത്യമായിട്ട് ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മൾ എഴുതാൻ അറിയണം. ടു ദ പോയിന്റ് ആണ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരുക. അപ്പോൾ നമ്മുടെ SSC GD ശൗര്യ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഓൾറെഡി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, എന്തായാലും ക്ലാസ് 4ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ 2499 രൂപയാണ് നമ്മുടെ SSC GD ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം.